ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു വീക്കെൻഡായിട്ട് ഞങ്ങളൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ അടിപൊളി വ്ളോഗ്സായിട്ട് വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളിവിടെ അടുത്ത ബൊണാർക്ക സിറ്റി സെൻറ്ററിൽ പോവാണ്. വീക്കെൻഡാണ്. ഞാൻ ചെറുതായിട്ടൊരു ഹെയർ മേക്ക് ഓവർ ചെയ്യാമെന്നൊരു പ്ലാനുമായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയി നമുക്ക് ചെയ്ത് നോക്കാം. എനിക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പറ്റുകയാണെങ്കിൽ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയായിരിക്കും ഹെയറിൻ്റെ ലുക്ക്. അങ്ങനെ ഒഫീഷ്യലി സ്പ്രിംഗ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് ഇവിടെ ചുറ്റും പുല്ലുകളുടെ ഇടയിൽ ഈ ഒരു മഞ്ഞ പൂവൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഹായ് പറ വ്ളോഗില്. ഹായ്. സ്പ്രിംഗ് സീസൺ തുടങ്ങിയതുകൊണ്ട് തന്നെ ചുറ്റും നല്ല പൂക്കളും പച്ചപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വൈറ്റ് ചെറി ബ്ലോസമും പിന്നെ ഒരു യെല്ലോ കളർ ബുഷ് വരുന്ന ചെടി എല്ലായിടത്തും പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്പ്രിംഗ് ആയപ്പോൾ തന്നെ 20 ഡിഗ്രി നല്ല ചൂടുണ്ട്. ഞങ്ങൾ ലൈറ്റ് ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങിയെങ്കിലും ചൂട് കാരണം ഇത് ഊരിക്കളയാനാണ് തോന്നാലേക്കാ. ഒഫീഷ്യലി വിന്റേഴ്സ് ജാക്കറ്റിനോട് ബൈ ബൈ പറയേണ്ട ടൈം എന്തായാലും ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യെല്ലോ ബുഷ് വരുന്ന ചെടി ഈ കാണുന്നതാണ്. എന്തൊരു ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ. ബ്രൈറ്റ് യെല്ലോ വെയിലത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ആ ഒരു വ്യൂ കാണിച്ചു തരാം. അവിടെ ഒരു വൈറ്റ് ചെറി ബ്ലോസമും പിന്നെ ഇതും കൂടെ വരുമ്പോൾ നല്ല കിടുക്കാച്ചി ഫ്രെയിമാണ് ഫോട്ടോസിന്. ഒരു പൂ തരട്ടേക്കാ ഇരിക്കട്ടെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പൂ. നല്ല വെയിൽ ഒന്നും പറയണ്ട, ടയർഡായി. അങ്ങനെ ഞങ്ങൾ നേരെ ബൊണാർക്ക സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെലൂണിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും അപ്പോയിൻമെൻറ്റിലാണ് നടക്കുന്നത്. വളരെ റെയർ ആയിട്ടാണ് ഏതെങ്കിലും സെലൂണിൽ നമ്മൾ വോക്ക് ഇൻ ചെയ്ത് അവർ നമ്മുടെ ഹെയർ കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരുന്നത്. അത് റെയർ കേസസ് മാത്രമാണ്. സോ നമ്മളിന്ന് വന്നിട്ടുള്ള ബൊണാർക്ക സിറ്റി സെൻറ്ററിലുള്ള ഫ്രാങ്ക് പ്രോവോ പാരീസിലാണ്. ഞാൻ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്തില്ല. എൻ്റെ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവരെൻ്റെ മുടിയിൽ എന്തൊക്കെയോ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് എന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 25 മിനിറ്റ്. ഞാൻ മാത്രമല്ല ഇതിരും അതിൻ്റെ അകത്ത് കട്ട പോസ്റ്റാണ്. എൻ്റെ മുടിയിൽ ഞാൻ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഞാനൊരു ഹെയർ കട്ടും കൂടെ ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൂടി ഒരു 259 സ്ലോട്ട് എനിക്ക് ഇവിടെ സ്പെൻഡ് ആയിട്ടുണ്ട്. 2.5 മണിക്കൂറായിട്ട് പാവം അവർ രണ്ടുപേരും കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ നീണ്ട ഒരു 3 മണിക്കൂറിന് ശേഷം ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. അവർ ലാസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്യാണ്. ഞാൻ അവരടുത്ത് ഓൾറെഡി പറയായിരുന്നു എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് ഒരുപാട് കുറയ്ക്കല്ലേ. പക്ഷേ പുള്ളിക്കാരി എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് നല്ല രീതിയിൽ കുറച്ചായിരുന്നു. ഈ കാണുന്നതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് കോർട്ടിലോട്ടാണ്. നല്ല വിശപ്പുണ്ട്. സമയം ഇപ്പോൾ 7 അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്യുന്ന കാര്യം ആലോചിക്കേ വേണ്ട. എനിക്ക് സ്റ്റിൽ എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ച് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കൊള്ളാമോ കൊള്ളൂല്ലേ എന്നുള്ള കാര്യം ഞാൻ ഇക്കാര്യത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, എന്നെ സൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ നമ്മുടെ ഇതിരുക്കുട്ടൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവന് ഫ്രഞ്ച് ഫ്രൈസും കാർട്ടൂണും കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട. ചുറ്റുമുള്ള അവനൊന്നും കാണില്ല. അവൻ നല്ല രീതിയിൽ ആ ഫ്രഞ്ച് ഫ്രൈസ് എൻജോയ് ചെയ്ത് അവൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്ന പ്രൈമാർക്കിലോട്ടാണ്. ഇതിനെക്കുട്ടൻ ഇപ്പം നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അവൻ ഈ മോളിൽ വന്നിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവൻ സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ മയക്കുമായിരുന്നു അവൻ്റെ സംസാരം കൊണ്ട്. നീ ആള് കൊള്ളാമല്ലോടാ. നമുക്കിനി നേരെ പ്രൈമാർക്കിലോട്ട് പോവാം. ഞങ്ങൾ ചുമ്മാ പ്രൈമാർക്കിൻ്റെ അകത്ത് കുറച്ച് ഉടുപ്പൊക്കെ നോക്കിയായിരുന്നു. ഇത് കൊള്ളാലേക്കാ. ഈ ഉടുപ്പ് കൊള്ളാലേ. എത്ര രൂപ? മെയ്ഡ് ഇൻ ഇന്ത്യ ഇവിടെ കൊണ്ടിട്ട് ഡബിൾ വിലയ്ക്ക് വിൽക്കുന്നു. ശരിക്കും പ്രൈമാർക്കിൽ വന്നത് 1-2 പെട്ടികളുടെ റേറ്റാണ്. ഞങ്ങൾ അടുത്ത മാസം നാട്ടിൽ പോകാൻ ചെറിയ പ്ലാനുണ്ട്. അതായിരുന്നു നമ്മൾ നോക്കിയ പെട്ടി ആ മദാമ ചേച്ചി കൊണ്ടുവന്ന്. എന്തായാലും പെട്ടികളുടെ റേറ്റ് നോക്കാം. അങ്ങനെ അത്യാവശ്യം പെട്ടികളുടെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഇനി ഞങ്ങൾ നേരെ ഓഷനിൽ പോയി മീനൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകാനാണ് പ്ലാൻ. ഞാൻ കാണുന്ന കണ്ണാടിയിലൊക്കെ എൻ്റെ ലുക്ക് നോക്കുമായിരുന്നു. കാരണം എനിക്ക് നല്ല ഡൗട്ടായിരുന്നു എനിക്കിത് സൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യത്തിൽ. ഹായും പറഞ്ഞ് ചിരിപ്പിച്ച് ലാസ്റ്റ് നമ്മൾ സ്ട്രോളറിൽ പൂട്ടിയല്ലേ ഇതിരു. നടന്നു പോകാന്ന് പറഞ്ഞ് താഴെ വന്നപ്പോൾ മഴ തേച്ച് നല്ല 8ന്റെ തേക്കിലായി പോയി മഴ. നല്ല മഴ. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ
അടിപൊളി മഴ. തണുപ്പില്ല, എവിടെയും കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. പാർക്കിങ്ങിൽ തന്നെ നിൽക്കാം. കുറച്ചു പേരോട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് പോവാം. അവസാനം ടാക്സി ബുക്ക് ചെയ്ത് പോകേണ്ട അവസ്ഥയായി. ഒന്നും കാണാൻ പറ്റൂല. അങ്ങനെ ഇന്നലെ നമുക്ക് വീഡിയോയിൽ ഈ ഒരു വ്യൂ കാണിക്കാൻ പറ്റില്ല. തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് രാത്രിയായിപ്പോയി. സോ ഇതാണ് അടിപൊളിയായിട്ടുണ്ട്. വെയിലും കൂടെ വരുമ്പോൾ നല്ല രസമാണ്. ബുഷസും പിന്നെ ബാക്കിലെ ചെറി ബ്ലോസമിൻ്റെ ട്രീയും. സൂപ്പർ ആംഗിളാണ് ഫോട്ടോയ്ക്കൊക്കെ. നീ ഇത് എങ്ങോട്ടാണ് ഓടുന്നത്? എങ്ങോട്ടാണ് ഓടുന്നത്? അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഈസ്റ്റർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയും കൂടെ ക്ലബ് ചെയ്തായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇനി ബാക്കി കാഴ്ചകൾ മാർക്കറ്റ് സ്ക്വയറിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അല്ലേ എതിർക്കോട്ടെ. സോ നല്ല രസമില്ല. മരം ബാക്കിൽ വരുമ്പോൾ അടിപൊളിയായിട്ടാണ് വെയിലും ഇത്. ഇതൊരു നടന്ന് സ്റ്റെപ്പ് കയറാൻ മാത്രം അറിയുള്ളൂ നമുക്ക്. കേറൂല. സ്റ്റെപ്പ് കയറാൻ അവൻ അറിഞ്ഞൂടാ. നടക്ക് ബാ. ഇത് പറഞ്ഞുതരാന്തോ? ഇങ്ങോട്ട് അങ്ങോട്ടല്ല പൊന്നെ, ഇങ്ങോട്ട് നടക്ക്. ഇതിലോ മോനെ. അങ്ങനെ ഇതിൽ കുട്ടിനൊരു ചെറിയ വീഴ്ചയൊക്കെ കിട്ടി നമ്മൾ സ്ട്രോളറിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ക്രിസ്മസ് മാർക്കറ്റിൽ പോയതുപോലെ തോന്നുന്നത്. ഇപ്പോൾ ദാ ഈസ്റ്ററും ആയി. നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ് നടന്ന സ്ഥലത്ത് തന്നെയാണ് ഈസ്റ്റർ മാർക്കറ്റും ഉള്ളത്. ഇനി ശരിക്കും നമുക്ക് മാർക്കറ്റ് സ്ക്വയർ എത്തിയിട്ട് കാണാം. ശരിയാണല്ലേ, അവിടെ ഒരു ക്രൗഡ് വന്നല്ലേ. എന്തോ റിസർവേഷൻ വർക്കാണ്. പ്രാവ് വരുമെന്ന് നോക്കല്ലേ. പ്രാവ് കൊത്താതിരുന്നാ കൊള്ളാം. അല്ലെങ്കിലും എപ്പോൾ ഈ മാർക്കറ്റ് സ്ക്വയറിൽ വന്നാലും എനിക്ക് ആ പ്രാവിൻ്റെ കൂട്ടത്തിൽ നിന്ന് നടുക്ക് കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം വേറെ ഒന്നുമല്ല, പ്രാവ് പറക്കൂല്ലെന്ന് നമുക്ക് അറിയണമല്ലോ ഒരു നല്ല ഫ്രെയിമിന്. പക്ഷെ എപ്പോഴത്തെ പോലെ തന്നെ പ്രാവ് മൈൻഡ് പോലും തന്നെ ചെയ്തില്ല. സോ കം ലെറ്റ്സ് ജസ്റ്റ് എക്സ്പ്ലോർ ഈസ്റ്റ് മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ പതിയെ ഓരോ സ്റ്റോൾസും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ആദ്യം തന്നെ കണ്ടത് ഈ കാണുന്ന സൊവന്യൂർ ആയിരുന്നു. ക്രാക്ക് ഒന്ന് എഴുതിയിട്ടുള്ളത്. സംഭവം ഫ്രിഡ്ജ് മാഗ്നറ്റ് പോലത്തതാണ്. 15 സ്ലോട്ടാണ് എൻ്റെ റേറ്റ്. നാട്ടിലത്തെ 300 രൂപയോളം വരും. പിന്നെ കണ്ടത് ഈ കാണുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഈസ്റ്റർ എഗ് ആയിരുന്നു. എത്ര രൂപ? അവിടെ വെച്ചിട്ട് വന്നേ. നമ്മൾ കുഞ്ഞുനാളിൽ കളിക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് നാട്ടിലത്തെ 900 രൂപ കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് ലാസ്റ്റ് ടൈം വന്ന ക്രിസ്മസ് മാർക്കറ്റിന്റെ സെയിം സ്റ്റോൾസ് ആയിരുന്നു ഏകദേശം. പിന്നെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. അന്ന് ക്രിസ്മസിന്റെ ഐറ്റം ആയിരുന്നെങ്കിൽ ഇന്ന് ഈസ്റ്റർ റിലേറ്റഡ് ഐറ്റംസ് മാത്രമാണ്. ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. സ്റ്റോൾസ് മാത്രമല്ല, അതിന്റെ മുന്നിൽ നമുക്ക് ഇരുന്നോ നിന്നോ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ ഫുഡ് സ്റ്റോൾസ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇത്തവണ ഉള്ളതെന്ന്. നല്ല മണം.
സാപ്പിയാണോ? ബർഗറാണോ? ബ്രെഡ് സൂപ്പാണോ? പോർക്കാ? ഇറച്ചിക്കടമാണ് കൂടുതലും. എന്താണ് എൻ്റെ അമ്മോ, അതെന്തോന്ന് പോയത്? ഇത് നമ്മളന്ന് കഴിച്ച വാഫിൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്ക സ്റ്റോൾസും നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന സെയിം സ്റ്റോൾസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തീർന്നതിന് ശേഷം നേരെ ഈ കാണുന്ന ഡ്രസ്സിന്റെ സെക്ഷനിലോട്ടാണ് വന്നത്. അവിടെ ഒരുപാട് ക്രാക്കോട് ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിന്റെ റേറ്റ് ഒക്കെ ചോദിക്കാം. I have white Okay. and I have cream. എന്ത് ഭംഗിയാണല്ലേ ആ ഒരു ഷോർട്ട് കുർത്ത കാണാൻ. അതിന്റെ റേറ്റ് ഏകദേശം വരുന്നത് 350 സ്ലോട്ടാണ്. നാട്ടിലത്തെ ഒരു 7000 രൂപയാണ് അതിന്റെ റേറ്റ്. ഇച്ചിരി കത്തിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ തൊട്ടടുത്ത വേറെ കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ചിലടത്ത് 200 സ്ലോട്ടിക്ക് ഉണ്ടായിരുന്നു, ചിലടത്ത് 400 സ്ലോട്ടിക്ക് ഉണ്ടായിരുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ 500-600 സ്ലോട്ടിക്ക് അതേ സെയിം പീസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലുള്ള അതേ സ്റ്റോളുകൾ തന്നെയാണ്. എന്തായാലും ചുമ്മാ നമുക്കൊന്ന് കറങ്ങിയടിച്ച് നോക്കാം. പുറത്ത് പ്രത്യേകിച്ചൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ക്ലോത്ത് മാർക്കറ്റിനകത്ത് കയറി. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടെ കറങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അതിൻ്റെ വില ഉണ്ട് 465 സ്ലോട്ടിയാണ് അതിൻ്റെ വില. അതിൻ്റെ വില 465 സ്ലോട്ടിയാണ്. ഓടിക്കോ. എനിക്കൊന്ന് ഈസ്റ്റർ പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. ഇതിൽ ചെയ്ത പോലെ സംഭവമുണ്ട്. തടിയുടേതാണ്, നല്ല വിലയായിരിക്കും. ചെസ് ബോർഡൊക്കെ എവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഒരു പട്ടി. എടുക്കട്ടെ ഒരു വടി. വടിയുടെയൊക്കെ വില ഉണ്ടോ? എൻ്റെ അമ്മ ഓടിക്കോ. ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കൊള്ളൂല. എന്തായാലും ഈസ്റ്റർ മാർക്കറ്റിൽ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ പോലെ തന്നെ. അകത്ത് വന്നപ്പോഴും ഒന്നും മേടിക്കാൻ കൊള്ളൂല, ഭയങ്കര വില. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലുള്ളത് പോലെ തന്നെയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ യാത്ര കട്ട ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ലിഡിലിൽ പോയി ഒരു കവർ പാല് മേടിച്ച് വീട്ടിൽ പോയി ചായ കുടിച്ചിരിക്കാം. ഞാൻ കയറി മേടിച്ചിട്ട് തരാം. ഇതിൽ കൂടെ തന്നെ എന്തായാലും വീടെത്തിപ്പോൾ തന്നെ ഉറങ്ങി. ഇപ്പം ട്രാം മേടിച്ച് ചത്തേനെ. പെട്ടെന്നാണ് ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് വന്നത്. നല്ല മഴക്കോളം. വാ, സിഗ്നലായി. നമ്മുടെ സ്ഥിരം ലിഡിൽ ഫ്രണ്ടിലുണ്ട്. ഇനി നമുക്ക് പോയി പാല് മേടിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ എന്തായാലും ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ. ഒരു ബൈ 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 ബൈ.